ഗോകു, നിന്റെ ലാലേട്ടന്റെ സിനിമകളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറഞ്ഞു? ലാലേട്ടൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ആ സോണി കൊടിയേ സിനിമ. 2022 ഇറങ്ങിയ മോൺസ്റ്റർ. ഇന്ന് ഞങ്ങൾ ആ സിനിമന്റെ നല്ല വശങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു മോൺസ്റ്റർ. വളരെ മികച്ച ഒരു കഥ, അത് നല്ല മികച്ച രീതിയിൽ എടുത്തിട്ട് എങ്ങനെ ഇത്രയും മികച്ചതാക്കാം എന്നുള്ള രീതിയിൽ സിനിമ ചെയ്യാന്ന് പറയില്ല, അതാണ് മോൺസ്റ്റർ. എന്താന്ന് വെച്ചാൽ നമ്മ ഫസ്റ്റ് സീൻ തന്നെ കാണില്ല, മോഹൻലാല് അണിറോസിനായിട്ടുള്ള ഫസ്റ്റ് സീൻ ഇന്ററാക്ഷൻ സീൻ, അത് ഡബിൾ മീനിങ് ആയിട്ടുള്ള കോമഡി. എന്റെ പൊണ്ണു, ഞാൻ തിയേറ്ററിൽ ചിരിച്ച് ഇല്ല. പക്ഷേ അപ്പൊ അടുത്ത സീനിലേക്ക് പോവാം. അപ്പൊ ഞാൻ വെച്ചാൽ ഇവര് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അപ്പൊ ഞാൻ നോക്കാൻ നേരത്ത് പുറത്തിറങ്ങിയത് ജാക്കി വെക്കാൻ അറിയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോമഡി ഉണ്ട്. തിയേറ്ററിൽ അതെ. പിന്നെ എനിക്ക് അതായത് ലാലേട്ടന്റെ ഡെഡിക്കേഷൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതില് പുള്ളി എടുത്തേക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ ടർബൻ കെട്ട് എത്ര സമയം വേണമെന്നറിയോ? അതിനുവേണ്ടി മാത്രം എങ്ങനെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ചെയ്യാനായിട്ട്. എന്തായാലും പുറത്തുനിന്ന് ആരോ കൊണ്ടുവന്നിട്ടുണ്ട്, പഞ്ചാബിൽ ഇവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല, അവിടെ നിന്ന് ആരോ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാതെ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയാതാണ്. ആ തലയെ വെച്ചിട്ട് പുള്ളി അഭിനയിക്കുന്നുണ്ട്. പുള്ളി ഒരു രക്ഷയില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റ് എന്റെ ഒരു മറ്റേ സീരിയൽ നമ്മളെ സ്പീഡ് കാണിക്കുന്നത് നെട്ടിപ്പോയ ആ സീനാണ് ഞാൻ ആ തിയേറ്ററിൽ കിടന്ന് കാണിച്ചത്. ഞാൻ ക്ലൈമാക്സ് കണ്ടിട്ടില്ലേ? പക്ഷെ ഞാൻ കേട്ടിരുന്നു ക്ലൈമാക്സിനെ കുറിച്ച്. പുള്ളിയുടെ ഒരു 3 സിനിമ എടുത്തതിനാൽ ലാസ്റ്റ് ക്ലൈമാക്സ് അല്ല, ഇത് ശരിക്കും എനിക്ക് അത് അറിയാം. ഇവർക്ക് ആർക്കും അറിയാത്തൊരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ ഇവരൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇപ്പൊ നിങ്ങൾ അവഞ്ചേഴ്സ് കണ്ട് കൈയടിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ഇപ്പൊ മിന്നൽ മുരളിയെ കണ്ട് കൈയടിക്കുന്നില്ലേ, അവരൊരു യൂണിവേഴ്സിൽ സിനിമ വരുമ്പോൾ നിങ്ങൾ പോയി കാണുന്നില്ലേ? അതുപോലെ മോൺസ്റ്റർ യൂണിവേഴ്സ്, ഏജന്റ് എക്സ് എന്ന് പറയുന്ന യൂണിവേഴ്സിൽ ഒരു പുതിയൊരു സിനിമയായിരുന്നു അത്. കൊണ്ട് അഭിനയിപ്പിച്ച് മോഹൻലാലെ കൊണ്ട് അഭിനയിപ്പിച്ച് എല്ലാം ഏജന്റ് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇവര് ഏജന്റ് ആണെന്നുള്ള രീതിയിലൊക്കെ പുള്ളി കൊണ്ട് ആ ബ്രില്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നഷ്ടം. മലയാളികൾക്ക് കിട്ടിയ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ മോൺസ്റ്റർ വിജയിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൊരു ലെസ്ബിയൻ ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ഈ കാതലിലൊക്കെ അത് ഒന്നും കാണിക്കാറില്ല, പക്ഷെ ഈ സിനിമയിൽ കറക്റ്റ് ആയിട്ട് കാണിക്കണ്ട ഒരു ലെസ്ബിയൻ ആണെന്ന് കാണിക്കാനായിട്ട്. ഗെയ്യാളോ ഇതിനകത്ത് ആ ഇന്റിമേറ്റ് സീന് രസമാണ് എന്റെ പൊന്നോ, അത് ഞാൻ കണ്ടായിരുന്നു. വളരെ മികച്ച ഒരു, എനിക്ക് ആൾക്കാർക്ക് മനസ്സിലാവണ്ട ഇവര് ലെസ്ബിയനാണ്, ലെസ്ബിയൻ ഈ സമൂഹത്തിൽ നിൽക്കാൻ പറ്റൂല എന്ന് കാണിച്ചാൽ കറക്റ്റ് ആയിട്ട് കാണിച്ചു. അത് ശരിക്കും ഇതുണ്ടല്ലോ, നമ്മുടെ ഈ മലയാളത്തിലെ പാഠപുസ്തകത്തിൽ ചേർക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ഒരേപോലെ കാണുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ നമുക്കൊരു പാഠപുസ്തകമായിട്ട് എടുക്കാം. അത്ര നല്ലൊരു എഴുത്തായിരുന്നു പടത്തിലുണ്ട്, പക്ഷെ ആൾക്കാർക്ക് കണക്ട് ആയില്ല. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ചത്. പക്ഷെ ഈ സിനിമ നിങ്ങൾ ആരും കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ എവിടെന്നാന്ന് വെച്ചാൽ എടുത്ത് കണ്ടോ. പടം ഓൺലൈനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്ത് കണ്ടോ. എനിക്ക് അതേ പറയാനുള്ളൂ. കാണണം, മസ്റ്റ് ആയിട്ട് കാണണം കേട്ടോ. അല്ലെ സോറി കുടിയേ